ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഹല്ലേലൂയ. പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളാൻ. നമ്മുടെ ഉള്ളിൽ ക്ഷീണവും പ്രയാസവും സങ്കടവും കഷ്ടവും എല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, നമുക്ക് വേണ്ടി നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ച ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ആ പിതാവിൻ്റെ കഷ്ടങ്ങൾ പ്രയാസങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം, നമുക്ക് വേണ്ടി പങ്കപ്പാടുകളേറ്റ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ എന്തുമാത്രം നമ്മൾ അനുഭവിക്കേണ്ട ആ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം തൻ്റെ ശ്രദ്ധ പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയും നമുക്കുള്ളത്. ആ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാടുകളൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വരുന്ന ഓരോ കഷ്ടങ്ങൾ സങ്കടങ്ങൾ പ്രയാസങ്ങളെല്ലാം സാരമില്ലെന്ന് എണ്ണുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ ദൈവവചനം 12-ാം അധ്യായം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറഞ്ഞ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ആ സാക്ഷികൾ? എബ്രായ ലേഖനം തന്നെ 11-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ സാക്ഷികളുടെ ഒരു വലിയൊരു കൂട്ടം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്നാമതായി നമ്മൾ കാണുന്നത് ആരെയാണ്? ഹാബേലിനെയാണ് നമ്മൾ ഒന്നാമതായിട്ട് കാണുന്നത്. ഹാബേൽ, ഞാൻ നല്ല യാഗം അർപ്പിച്ച്, ദൈവത്തിന് ഉത്തമമായ യാഗം അർപ്പിച്ച്, ഊനമില്ലാത്ത യാഗം ഞാൻ അർപ്പിച്ച്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട യാഗം ഞാൻ അർപ്പിച്ചു. പക്ഷേ എൻ്റെ ചേട്ടൻ എന്നെ കൊന്നു. ഞാൻ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്, ദൈവഹിതപ്രകാരമാണ് ഞാൻ ജീവിച്ചത്, പക്ഷേ എൻ്റെ ചേട്ടൻ എന്നെ കൊന്നു. അപ്പം നല്ല പ്രവൃത്തികൾ ദൈവത്തിന് ചെയ്യണമെന്ന് ഹാബേൽ അവിടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുകയാണ്. അപ്പം നമ്മൾ ഒരു ഓട്ടക്കളത്തിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ദൈവമക്കളെല്ലാവരും ഓട്ടക്കളത്തിൽ, അനേകർ ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നു. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നു. നമ്മളിപ്പോൾ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ സ്പോർട്സ് പരമായ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓടിയിട്ടുള്ളവരാണ്. അപ്പോഴെല്ലാം അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് ആളുകളാണ് ചേർന്ന് ഓടുന്നത്. പക്ഷേ ആർക്കാണ് ഒന്നാം സമ്മാനം ലഭിക്കുന്നത്? ആർക്കാണ്? ഒരാൾക്കേ ലഭിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ അവിടെ പറയുന്നതാണ്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് ഓർത്തിട്ട് നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ എന്നാണ് പറയുന്നത്. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? ഓടണം. നമ്മുടെ ഓട്ടം നമ്മൾ ഓടിത്തികയ്ക്കുമ്പോൾ നമുക്ക് കിട്ടണ ജീവകിരീടം, കർത്താവ് പറഞ്ഞ ജീവകിരീടം നിനക്ക് തരാമെന്നാണ്. ഓട്ടം ഓടി തികയ്ക്കുന്നവർക്കാണ് ജീവൻ്റെ കിരീടം ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കിരീടം നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ട്രാക്ക് കറക്റ്റായിരിക്കണം. കറക്റ്റ് ട്രാക്കിലൂടെ ഓടിയാൽ മാത്രമേ നമ്മൾക്ക് ഈ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ജയം പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ദൈവം നമ്മളോട് പറയണേണ്, ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവാൻ. ഹാബേൽ പറയണേണ്, എൻ്റെ ചേട്ടൻ എന്നെ കൊന്നു. ആ രക്തം കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിന്ന് കരയണേണ്, എൻ്റെ ചേട്ടൻ എന്നെ കൊന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ദൈവത്തിന് ഉത്തമമായി യാഗം അർപ്പിച്ചു എന്നുള്ള ആ ഒരു നല്ല കാര്യമല്ലാതെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറയണം. അപ്പോൾ ഹാബേൽ അവിടെ നിന്നുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കണേണ്, ഞാൻ ഉത്തമമായി യാഗം അർപ്പിച്ച്, അപ്പം ദൈവം എന്നെ മാനിച്ച്, ദൈവം എന്നെ അനുഗ്രഹിച്ച്, ദൈവം എൻ്റെ യാഗത്തിൽ പ്രസാദിച്ച്. നമ്മളെന്ത് വേണം? ചേട്ടൻ എന്നെ കൊന്നു എങ്കിലും ആ ദൈവസന്നിധിയിൽ നല്ല യാഗം അർപ്പിച്ച് ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിച്ച്. നിങ്ങളും എന്ത് ചെയ്യണം? അങ്ങനെ ഓടണം. പ്രസാദകരമായ യാഗം നിങ്ങൾ ദൈവത്തിന് അർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹാബേൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഓട് ഓട് ഓട്, ദൈവസന്നിധിയിൽ ഓട്, വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടെന്ന് പറഞ്ഞ് ഹാബേൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കണേണ്. നിങ്ങളുടെ ട്രാക്ക് തെറ്റിപ്പോകല്ലേ, ഓടിക്കോ
കറക്റ്റായിട്ട് ഓടിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഹാബേൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. അതിനുശേഷം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നെന്ന് വെച്ച് ജീവിതമില്ലാതെ കുടുംബജീവിതവും ഈ ലോകത്തിൽ നമ്മളെങ്ങനെയെല്ലാം ജീവിക്കും അതുപോലെ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുഃഖവും കണ്ണുനീരും എല്ലാം നിറഞ്ഞ ജീവിതമായിരുന്നു ഹാനോക്കിനും ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെയുള്ള എല്ലാ കഷ്ടങ്ങളിലൂടെ ഹാനോക്ക് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഹാനോക്ക് എന്ത് ചെയ്തു? ദൈവത്തോട് കൂടെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും എല്ലാം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിന് ഉത്തമമായ യാഗം ഹാനോക്ക് നടത്തി, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായെന്നാണ് പറഞ്ഞേക്കണത്. വേദപുസ്തകത്തിൽ 2 പേരെ കുറിച്ചാണ് പറഞ്ഞേക്കണത്. ദൈവം എടുത്തുകൊണ്ട് പോയി, ഒന്ന് ഏലിയാവ്, പിന്നെ ഒന്ന് ഹാനോക്ക്. അപ്പോൾ ഹാനോക്കും അവിടെ നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കണതാണ്. ഓടിക്കോ നിങ്ങൾ വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടിക്കോ എന്ന് പറഞ്ഞ ഹാനോക്ക്. അതുപോലെ തന്നെ അബ്രഹാം, സാറ, യാക്കോബ്, ഇസഹാക്ക് ഇവരെല്ലാവരും ദൈവഹിത പ്രകാരം ജീവിച്ചവരാണ്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗിദെയോൻ, ബാരാക്ക്, ഇഫ്താഹ് എന്നിവരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരെന്നാണ് എഴുതിയേക്കണത്. അതിനുശേഷം നമ്മൾ താഴേക്ക് വായിക്കുമ്പോഴത്തേക്കും പത്രോസ്, പൗലോസ്, യാക്കോബ്, ദൈവത്തിന് വേണ്ടി നിലനിന്ന അപ്പോസ്തലന്മാരെ എല്ലാം ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവരും നല്ലൊരു മരണമൊന്നും അല്ല ആർക്കും ലഭിച്ചേക്കണത്. അവരെല്ലാവരും വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടാണ് അവരെല്ലാവരും ദൈവസന്നിധിയിൽ എത്തിയേക്കണം. അപ്പോൾ അവരുടെ എല്ലാം ജീവിതം, അവരുടെ എല്ലാം അവസാനം ഇതെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല രീതിയിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തമായി ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പത്രോസ് അവിടെ നിന്നുകൊണ്ട് പറയും, ഞാൻ എൻ്റെ നാഥൻ്റെ പാദം ചുംബിച്ചു മരിക്കട്ടെ എന്ന് പറഞ്ഞ് തലകീഴായി ക്രൂശിക്കപ്പെട്ടാണ് പത്രോസ് മരിച്ചത്. പൗലോസിനെ വാളാലി കഴുത്ത് മുറിച്ചെന്നാണ് നമ്മൾ ദൈവദാസന്മാർ ഓരോരുത്തരും പറഞ്ഞ് നമ്മൾ കേട്ടേക്കണത്. അപ്പോൾ തടിക്കഷ്ണത്തുമ്മേ കൊണ്ടുപോയി ആ കഴുത്ത് വെച്ച് കൊടുക്കുമ്പോഴും പൗലോസിനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. എൻ്റെ നാഥൻ്റെ, ഞാനിവിടെ നിന്ന് എൻ്റെ ശരീരം വേർപെട്ട് പോയാൽ എൻ്റെ നാഥൻ്റെ മടിയിലാണ് ഞാൻ വിശ്രമിക്കുന്നത്. എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മുഖം ആണ് ഞാൻ ഇനി കാണാൻ പോകണമെന്നുള്ള ഒരു പ്രത്യാശ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടം നമ്മൾ ഓടിത്തികയ്ക്കണം. അവരെല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കണേണ്. ഓടിക്കോ, ഓട്, കറക്റ്റായിട്ട് ഓട്, ട്രാക്ക് തെറ്റിപ്പോകല്ലേ, വിശ്വസ്തയോടെ നേരോടെ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും നമ്മളെ വിശ്വസ്തയോടെ ഓടാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ട്രാക്ക് തെറ്റിപ്പോകാതെ കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ തൻ്റെ ഓട്ടം ഓടി തീർക്കാൻ തക്കവണ്ണം ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വചനം വായിക്കണം. ആകിയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഗിദെയോനെ കുറിച്ച് ദൈവം പറയണത്, അല്ലയോ പരാക്രമശാലി എന്താണ് അവിടെ ചെയ്യണത്? മുന്തിരിച്ചക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് എന്താണ്? ഗോതമ്പ് മെതിക്കണേണ്. മറ്റേ ശത്രുക്കളുടെ കൺമുമ്പിൽ പെടാതിരിക്കാൻ വേണ്ടി ഒരു പരാക്രമമാണ്. ഒരു എന്താണ് ജീവിതത്തിൽ ആ നേരോടെ നടക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ തൻ്റെ പുറകിലും മുമ്പിലും സൈഡിൽ എല്ലായിടത്തും ശത്രുക്കളാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ജയം പ്രാപിക്കണമെങ്കിൽ നമ്മളെന്ത് വേണം? നമ്മൾ കുറച്ച് ബുദ്ധിയുള്ളവരായിട്ട് നിലനിൽക്കണമെന്നാണ് ആ ഗിദെയോൻ്റെ ആ പരാക്രമശാലിയെ എന്നാണ് ദൂതൻ വന്നിട്ട് വിളിക്കുന്നത്. ഗിദെയോന നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? നേരെ നടക്കണമെങ്കിൽ ബുദ്ധിയോടെ, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ തക്കവണ്ണം ഈ ഓട്ടം കൃത്യമായിട്ട് ട്രാക്കിലൂടെ ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അടിയൻ ഈ വചനം നിർത്തുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. നിങ്ങളുടെ ഓട്ടം ഓടി ദൈവസന്നിധി എത്തിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അധികം താണിരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സ്തോത്രം.